Hello. Introduction to Trigonometry, exercise 8.1, sixth question. If angle A and angle B are acute angles such that cos A is equal to cos B, then show that angle A is equal to angle B. Okay. നമ്മളത് അസ്യൂം ചെയ്യാൻ പോകുന്നത് ഇത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിലാണ് ഉള്ള രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഫിഗർ വരക്കാം. Right angle triangle. We're going to call it A, B, C. Now the C ആണ് right angle ആയിട്ട് എടുത്തത്. Angle B and angle A and angle B are acute angles എന്ന് പറഞ്ഞിട്ടുണ്ട്. Acute എന്ന് പറയുമ്പോൾ less than 90. അപ്പോൾ C ന് നമുക്ക് right angle ആയിട്ട് കൊടുക്കാം. Okay. Given angle A and angle B are acute. Angle C equal to 90 degree. Okay. In the question തന്നിട്ടുള്ളത് cos A is equal to cos B എന്ന് തന്നിട്ടുള്ളത്. That doesn't mean angle A is equal to angle B നമുക്ക് ഡയറക്റ്റ് പറയാനില്ല. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് cos A in terms of sides നമുക്ക് ഏത് റേഷ്യോ ആയിട്ട് ഏതാ ആംഗിൾ നോക്കാം, എ ആണ്. കോസ് എന്ന് പറയുന്നത് എന്താണ്, adjacent by hypotenuse ആണ്. cos theta is equal to adjacent by hypotenuse. അത് ഓർമ്മിച്ച് വെക്കണം. അപ്പം cos theta നമ്മൾ ആംഗിൾ എ ആണ്, cos എ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ adjacent സൈഡ് എന്ന് പറയുന്നത് എ സി ആണ്. ഹൈപ്പോട്ടന്യൂസ് എ ബി. ഇനി കോസ് ബി എടുക്കാം. ബി മേലത്തെ ആംഗിളാണ്. അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്, ബി സി. ഈ ആംഗിളിന് വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ഏത് സൈഡാണ് അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നോക്കണ്ടത്. അപ്പോൾ കോസ് ബി എന്താവും, മാറും. ബി സി ബൈ എ ബി. ഹൈപ്പോട്ടന്യൂസ് സെയിം ആണ്, എ ബി. ഇവിടെ നമുക്ക് എന്തായി, എ ബി ഇവിടെ കളയാണ് സൈഡിലും. അപ്പം എന്താ കേട്ടോ, എ സി ഇസ് ഈക്വൽ ടു ബി സി. അതെന്തുകൊണ്ടാണ് ഞാൻ കളഞ്ഞതെന്ന് വെച്ചാൽ എ സി ഇസ് ഈക്വൽ ടു ബി സി ബൈ എ ബി. ഞാൻ ഈ എ ബിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് ഇൻറ്റു എ ബി ആവും അല്ലേ, ഇൻറ്റു എ ബി ആവും. ഈ താഴത്തുണ്ടായ എ ബി ഇപ്പോഴത്തെ സൈഡ് പോകുമ്പോൾ ഇൻറ്റു എ ബി ആവും. അപ്പോൾ എ ബി ക്യാൻസലായി. ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ അവിടെ ക്യാൻസൽ ആക്കിയിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ എ സി ഈക്വൽ ടു ബി സി എന്ന് കിട്ടി. പക്ഷെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ്റെ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ എന്താക്കുക, നമുക്ക് ട്രയാങ്കിളിൽ നമ്മളൊരു പ്രോപ്പർട്ടി തിയറം പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു ട്രയാങ്കിൾ എ ബി സിയിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് കിട്ടിയത് അല്ലേ. എ സി ഈക്വൽ ടു എന്ത് കിട്ടി, എ സി ഈസ് ഈക്വൽ ടു ബി സി ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അതിൻ്റെ രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് എന്താണ്, നമുക്ക് എന്താ പറയാ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എന്നിപ്പം പറയാം. റീസൺ എന്താണ്, റീസൺ ബ്രാക്കറ്റിൽ സൈഡിൽ എഴുതി വെക്കണം കേട്ടോ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.